വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ബൈ. കോർപ്പറേറ്റ് ലോയും ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊന്നും പഠിച്ചിട്ടുമില്ല. എന്നാലും ഒന്നറിയാം, 10ന് മേടിച്ചാൽ 20ന് വിൽക്കുക എന്ന ചന്ത നിയമം. അതെ, ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കിവിടെ വന്നാൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ബ്രോഡ്വേയിൽ. നിങ്ങൾക്കൊരു സംരംഭകനാണോ? അല്ല പുതിയ സാധനങ്ങളുടെ ട്രെൻഡ് അറിയണോ? അല്ല പുതിയ ബിസിനസ് ആശയങ്ങൾ മനസ്സിലാക്കണോ? അതിന് ദൂരെ എവിടെയും പോകണ്ട. ദാ ഈ ബ്രോഡ്വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഒന്ന് നടന്നാൽ മനസ്സിലാവും വലുതും ചെറുതുമായ ഒട്ടനവധി കച്ചവട സാധ്യതകൾ. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഹോൾസെയിലായും റീറ്റെയിലായും സാധനങ്ങൾ വാങ്ങാം, കൊണ്ടുപോയി കച്ചവടം തുടങ്ങാം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ അതിനെ മനോഹരമായി അലങ്കരിച്ച് സ്വീകരിക്കാൻ എന്തു വേണോ അത് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, സൂചി തൊട്ട് മുട്ടുസൂചി വരെ എന്ത് വേണോ അതിന് ഒരുപാടൊന്നും അറിയേണ്ടി വരില്ല. ഇവിടെ ഈ എറണാകുളം ബ്രോഡ്വേ കയറി ഒന്ന് ചുറ്റിക്കറങ്ങിയ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും ഇവിടെ നിന്ന് മേടിക്കാം. അതായത് നല്ല ഗുണനിലവാരമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, രാജസ്ഥാൻ മസാലകൾ, ടോയ്സ്. കുന്നംകുളം മാർക്കറ്റിലെ കച്ചവടക്കാരുടെ ഒരു വിപുലമായ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെരുപ്പുകൾ, തുണിത്തരങ്ങൾ എല്ലാം ഇവിടെ തന്നെ, അത് ഹോൾസെയിലായും റീറ്റെയിലായും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. പുതിയ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാം. കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയതും പഴയതും ആയ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബ്രോഡ്വേ. മേത്ര ബസാർ ഈ ഭാഗത്തെ പ്രധാന ഇടനാഴികളിൽ ഒന്നാണ്. ബിസിനസ് ആശയങ്ങൾക്കും മൊത്തം കച്ചവടത്തിനും ചില്ലറ വിൽപ്പനയ്ക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇത്. കച്ചവടത്തിലെ വൈവിധ്യം അതാണ് ഇവിടുത്തെ പ്രത്യേകത. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ എന്നിങ്ങനെ എന്തും ഇവിടെ കിട്ടും. ഗുണനിലവാരമുള്ള ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, ചോക്ലേറ്റുകൾ എന്നിവയ്ക്കും ഇവിടെ പേരുകേട്ടതാണ്. ബ്രോഡ്വേ ലൈനിൽ സ്ഥിതി ചെയ്യുന്ന മേത്തർ ബസാറിൽ ചെരുപ്പുകളുടെയും ബാഗുകളുടെയും വലിയ കളക്ഷൻ തന്നെ കാണാം. മിക്ക കടകളും രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിപണി പഠിക്കാനും സാധനങ്ങൾ മിതമായ നിരക്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ബ്രോഡ്വേ സന്ദർശിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇതുവഴി നടന്നു നീങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളുടെ വിപുലമായ ഒരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾക്ക് അലങ്കാരപ്പെടുത്താൻ പറ്റുന്ന ഒട്ടനവധി സാധനങ്ങളും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒട്ടനവധി ഉപകരണങ്ങളും നമുക്കിവിടെ കാണാം. ഇതെല്ലാം അടുത്തടുത്ത സ്ഥാപനങ്ങളായതിനാൽ നമ്മൾ അന്വേഷിക്കുന്ന സാധനം ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ചിലപ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് അലയേണ്ടിയൊന്നും വരില്ല. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ഒരു 5:30 മുതൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. ആദ്യമായി ബ്രോഡ്വേയിൽ വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു 2-3 മണിക്കൂർ എങ്ങനെയും ചുറ്റിക്കറങ്ങി കാണാനുള്ള വകുപ്പുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ കൂടുതലും ബിസിനസ് നടത്തി വരുന്നത് കുന്നംകുളംകാരും രാജസ്ഥാനികളൊക്കെയാണ്. രാജസ്ഥാനികൾ കൂടുതലായി ഇവിടെ ബിസിനസ് കേന്ദ്രീകരിക്കുന്നത് അവരുടെ മസാലകളും സ്പൈസസും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ ബൈ.